പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നെസ്വേന്റെ ഒരു പാട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാട് പാട്ട് പാടിയോ പാട് ഇപ്പൊ ഏതോ പാട്ട് പാടിയല്ലോ. രണ്ടുപേര് പാട് അങ്ങോട്ട് ഇരിക്കുന്നു പാടിക്കോ. പാടണം, പാടാതെ വ്ളോഗ് മുന്നോട്ട് പോവില്ല. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടും വരെ പാടി കുത്തിരിക്കുന്നുണ്ടോ? ആ പാട് രണ്ടുപേര് പാടും. ആക്ഷനും കാട്ട്. രണ്ടുപേര് ഒരു ആക്ഷൻ സോങ് ആണുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ നെസ്വേന്റെ ഈ ഒരു കഴിവ് നമ്മളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ആക്ഷൻ സോങ്ങിന്റെ രണ്ടുപേര് വെറും രണ്ടുപേര്. അല്ല കുഴപ്പമില്ല, പാട് രണ്ടുപേര് പാട് ടിങ് ടോങ് ടോങ് പിന്നെ ഒരു ആക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. കാട്ട് എന്താണ് അത്? വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടും വരെ കാട്ടി കുത്തിരിക്കാൻ ഇവിടെ ആക്ഷൻ സോങ് ആണുണ്ടോ? അപ്പോൾ എപ്പോഴേലും കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരാഴ്ചത്തെ ദുബായ് ജീവിതത്തിന് ശേഷം ഞാൻ എന്താ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇല്ലാത്തൊരു സമയം? അതായത് കഴിഞ്ഞ ആഴ്ചയിൽ എന്താ സംഭവിച്ചു വെച്ചാൽ നല്ല ബോറിങ്. എന്നിട്ട് പറയും പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടായിനി നമ്മളില്ലാത്തൊരു ലൈഫ്? അത് കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചു വെച്ചാൽ തിങ്കളാഴ്ച വർക്കുണ്ടായിനി. അതിൽ ചൊവ്വ ഗവൺമെന്റ് പൊതുവധി പ്രഖ്യാപിച്ചു, ബുധൻ ലീവ്, വ്യാഴം ലീവ്, വെള്ളി മാത്രം വർക്കുണ്ടായിനി. അപ്പോൾ വെള്ളി ഞാൻ ലീവ് എടുത്തു, ശനി ഞായർ എന്ത് ചെയ്യും ലീവ്. അങ്ങനെ ഈ ഒരു 5 ദിവസം ഞാൻ ദുബായി പോയതേനി. 1-2 ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പോയതേനു. പക്ഷേ വന്നപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ നെസ്വക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു സാധനമാണ്, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഓളെ കൊണ്ടുപോകാ അല്ലല്ല ഇത് പോയി ഇവരൊക്കെ അല്ല ചെന്തോ പറഞ്ഞോണ്ട് നീ നമ്മളെന്താ സംസാരിച്ചോണ്ട്. അപ്പോൾ ഈ ആഴ്ച ഒരു വട്ടം വാങ്ങി തരാം. എണ്ണക്കടിയാണ്. അപ്പോൾ എണ്ണക്കടി നമ്മൾ ലിമിറ്റ് ചെയ്ത് കേട്ടോ, ഒരാഴ്ചയിൽ ഒരു വട്ടം അങ്ങനെയാണ് പാക്കിക്കുന്നത്. പിന്നെ ലൈവ് പറയുകയാണെങ്കിൽ ഞാൻ നല്ല എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്ത് സിംഗിൾ ലൈഫ്. ഓഫ് ലൈയാണ്. ഇതാണ് ട്രൂത്ത് വന്നിട്ട്. അപ്പോൾ ഇതാണ് നെസ്വക്ക് പറയാനുള്ളത് നമ്മളിവിടെ ഇല്ലാത്ത ദിവസങ്ങളെ കുറിച്ച്. പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. വെറും കൈയോടെ അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. നെസ്വക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നെസ്വക്ക് കൊടുക്കാം. പെട്ടി പൊട്ടിക്കാൻ പോവാണ് നമ്മൾ. പെട്ടി പൊട്ടിക്കാൻ അല്ലെങ്കിൽ ബാഗ് പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് പെട്ടിയില്ല. ഇതിനെട്ടും എനിക്കറിയോ ആ സാധനം എനിക്ക് ഇഷ്ടമാണെന്ന്. പിന്നെ എനിക്കറിയാതെ എനക്കറിയും സംഭവം, എനിക്കറിയും. ഇത് നെട്ടും നെട്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഇത് നെട്ടിക്കോട്ടി. എനിക്കിഷ്ടമാണ് സംഭവം, എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് തരാൻ പോണത്. എടുക്കട്ടെ? എന്നാ അങ്ങോട്ട് തിരിഞ്ഞു തരണോ? ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. റെഡിയായോ? എടി അങ്ങോട്ട് തിരിഞ്ഞേക്ക്. തിരിഞ്ഞോ? എന്താവുന്ന എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഞാൻ പറയാതെ തിരിയരുത്. ഞാൻ പറയട്ടെ, ഇന്നെ പറ്റിക്കല്ല, സത്യമായിട്ടും പറ്റിക്കാണ്. അല്ല ഇല്ലെങ്കിൽ വല്ല കോൽമുട്ടായിയേ കാരം. കോലുമുട്ടായി ഒന്നും അല്ലടി. ഞാൻ തിരിയട്ടെ? തിരിയരുത്. തിരിയണില്ല. എന്തേലും ഗസ് ഉണ്ടോ? ഇല്ല. ഒന്നെങ്കിൽ എന്നെ പറ്റിക്കണേ, അല്ലെങ്കിൽ എന്തേലും പെട്ടി തരികരം, അല്ലെങ്കിൽ മുട്ടായി കാരം. മുട്ടായി അല്ല, വേറൊരു സംഭവമാണ്. എന്നാ ക്ലൂ വരട്ടെ? ഒരു പച്ച കളറൊക്കെ ഉണ്ട്. എവിടെ? തിന്നണ സാധനമാണ്. പിന്നെ പിസ്താച്ചു ആണോ? ചോക്ലേറ്റ്, കുനാഫ ചോക്ലേറ്റ് ആണോ? എന്തൊക്കെ തിരിഞ്ഞോക്ക്. സൈലബാൻ. ഞാനുണ്ടല്ലോ ഇത് സൈലബാന. പിന്നെന്താ? ഇതേതാണ്? അയ്യോ ഇത് പൊട്ടിക്ക് സ്പൂൺ ഉണ്ട്. സാധനം എങ്ങനെ ഉണ്ടോക്ക്? ഇത് ഞാൻ എത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നേക്കണ അറിയാം എനിക്ക്. എന്താ ഇത് ഞാൻ കാണിച്ചു തരാം. കൊണ്ടുവന്നേ ഇങ്ങോട്ട് പിടിച്ചാ ഇതെന്താ അയക്കണോ? ഞാൻ കൊണ്ടുവന്നൊരു ഫ്രീസറിൽ വെച്ച് അങ്ങോട്ട് പിടിച്ചാ. അപ്പോൾ സുഹൃത്തുക്കളെ എന്താ സംഭവം ചോദിച്ചാൽ, ഞാൻ പോകുന്ന സമയത്ത് സൽമാന് വാങ്ങിനി. നമ്മൾ ബീലപ്പം വേണം പറഞ്ഞപ്പോൾ വാങ്ങാൻ പോയിനി. അപ്പോൾ എന്ത് ചെയ്തു, ആ കൂട്ടത്തിൽ അനക്കും കൂടെ എന്ത് ചെയ്തു ഒരു ബീലപ്പം. ഞാൻ പണ്ട് ഈജിപ്തിൽ നിന്ന് നിന്നപ്പം എന്നോട് പറഞ്ഞിനി
ഒറിജിനൽ എനിക്കും കൊണ്ടുവന്നുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ നമ്മൾ അന്വേഷിച്ച് നോക്കി. അപ്പോൾ നമുക്കൊരു മാർഗ്ഗം കിട്ടി. ഒരു കവറുണ്ട്, ഇത് കൊണ്ടുവരാൻ പറ്റിയൊരു കവറുണ്ട്. ആ കവറൊക്കെ നമ്മൾ ഇന്നലെ അസീബ്ക്കും സുഫാൻക്കൊക്കെ പാടെ പോയി ഒപ്പിച്ച് തന്ന് തെർമൽ കവർ. ആ തെർമൽ കവറിൽ ഇട്ട് അനങ്ങാതെ പൊടി. എൻ്റെ ജീവിതത്തിൽ ഇത്ര റിസ്ക് എടുത്തില്ല കേട്ടോ. എനിക്ക് ഫ്ലൈറ്റ് പോരുമ്പോൾ കൈ വീശി പോരാൻ നഷ്ടം. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് എനിക്ക് ഈ സാധനം എന്തെടുക്കണത് കൊണ്ടുവന്ന് നിൽക്കണത്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്പൂണുണ്ട്, അത് വെച്ചിട്ട് തിന്നോക്ക്. ടേസ്റ്റ് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ട് ചെയ്യണം. എങ്ങനെയുണ്ട് ഐശോ? അല്ലാ കാശിന്റെ ഇവിടെ 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 ദുടിച്ച കുട്ടി വന്ന് അങ്ങോട്ട് ഒരു സാധനം തരാം. കാശിക്ക് അങ്ങോട്ട് വാ ഐശോ, വാ കള്ളത്തി. കാശിന്റെ കുട്ടി ഉക്കോളത് വന്നിക്കണേ. ഉക്കള് പോയി വന്നോ? കുട്ടിക്ക് കാശി സാധനം കൊണ്ടു നിക്കണേ. കൊടുത്താ കുട്ടിക്ക് കാശിയേ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ താറ്റി കൊടുത്താടാ കുട്ടി കൊണ്ടതാണോ അത് അല്ലേ ഐശോ? നല്ല നല്ല ഐസായി അല്ലേ? കിട്ടണില്ല. ആ ഇത് നോക്കിയാ കുട്ടി ഇത് നോക്കിയാ നല്ല തണുപ്പുണ്ടാവും കേട്ടോ. തിന്നേ തിന്നോക്കി, ടേസ്റ്റ് ഉണ്ടോക്കി. ഞാനത് തിന്നാ കേട്ടോ. ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? മുന്നോട്ട് ചോദിക്കാം. ഷുഗർ നല്ല രസമുണ്ട്. ഇപ്പ കൊണ്ടു കൊടുക്കട്ടെ. ഐശ്വര്യ ഇഷ്ടപ്പെട്ടില്ലേ? കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഈ കവറിലിട്ടാണ് ബീലബാൻ എന്ത് ചെയ്തത് കൊണ്ടുവന്നത് കേട്ടോ. ആ പിന്നെ ഇതിലിട്ടാണ്ട് എന്ത് ചെയ്തു, ഇത് അസീബ്ക്കും സഫാനിക്കും ഇന്നലെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ചെന്ന സാധനമാണ്. തെർമൽ കവറാണ്. അതിലിട്ടുകൊണ്ട് കുഴപ്പമില്ല, അതിനകത്ത് എത്തിക്കാൻ പറ്റും. അപ്പോൾ നാട്ടിലേക്ക് വരുന്ന ആർക്കെങ്കിലും ഇപ്പോൾ ദുബായിൽ നിന്നോ ഈജിപ്തിലൊക്കെ കിട്ടും. ഈജിപ്തിലാണ് ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ആളുകൾക്ക് സൗദിയിലും ഉണ്ടായിന്. സൗദിയിൽ പിന്നെ എന്തൊക്കെ ഫുഡ് പോയിസനൊക്കെ വന്നിട്ട് പൂട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിനി. വീണ്ടും തുറന്നിക്കണോ എനിക്കറിയില്ല. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഒറിജിനൽ ബീലബാനെ കൊണ്ടുവന്ന് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതേമാതിരി തെർമൽ കവറിൽ ഇട്ട് കൊണ്ടുവന്നാൽ മതി. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ, ഫുൾ സെറ്റാണ്. ഞാൻ വേറെ ആരോ ഒരു ഐസൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത് കണ്ടിനി. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു തെർമൽ കവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ പക്കയാണ്, സെറ്റാണ്. ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഫുഡ് സീറ്റ് അല്ല, കൈ പിടിച്ച് പോരല്ലോ. നമ്മൾ കൊണ്ടുവന്ന് തായ്ലൻഡിൽ നിന്ന് വന്നപ്പോൾ വെള്ളക്കുപ്പി ചിലയിടത്ത് സീനാണ്. അപ്പോൾ ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് ഈ സാധനം ഒരിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ ഇതൊന്ന് സ്ഥിരമാക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നല്ല അത്യാവശ്യം ഇത് പിന്നെ കുത്തണം അടുക്കണം മധുരമല്ല. നമുക്ക് ശരിക്കും ഇത് ഈ ഒരു പാത്രമൊക്കെ ഒരാൾക്ക് ഇരുന്ന് തിന്നാൻ കഴിയും. കാരണം അങ്ങനെ കുത്തണ മധുരമല്ല. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഇതേപോലുള്ള സംഭവങ്ങൾ പോലെ നാട്ടിൽ കിട്ടുന്ന ഒരു 4 സ്പൂൺ മുതൽ നമുക്ക് മടുക്കും. അത്ര കുത്തണ മധുരമാണ്. ഇത് അങ്ങനത്തെ മധുരമൊന്നുമില്ല. അപ്പോൾ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ദുബായിൽ നിന്ന് പറഞ്ഞിടത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞോണ്ടി. അപ്പോൾ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു തെർമൽ കവർ വാങ്ങി അതിൽ വെച്ച് പോന്നാൽ മതി. സാധനം ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നു, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് 1-2 സാധനങ്ങൾ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ബാഗ് പൊട്ടിക്കാൻ പോകാം കേട്ടോ. പെട്ടിയില്ല പൊട്ടിക്കാൻ. അപ്പം നമ്മൾ ബാഗ് പൊട്ടിക്കാൻ പോവാണ്. എനിക്ക് ദുബായ് കുറച്ച് സോപ്പും പൊടി കൊണ്ടുവരും. അവിടുത്തെ സോപ്പും പൊടിക്ക് നല്ല സോപ്പും പൊടി. ഇത് ഞാൻ കുറച്ച് മുട്ടായി കൊണ്ടുവന്ന കേട്ടോ, എൻ്റെ സ്കൂളിലത്തെ ടീച്ചർമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ജെയ്സിയാണ് ഇതൊക്കെ. ഇനി എനിക്ക് വേറൊരു സാധനം ഉണ്ട്. എന്താണ്? കണ്ണടക്ക്. അത് 1-ലാണ് 0.5-ലാക്കി കളി. കണ്ണടച്ചോ? കൈ നീട്ടിപ്പിടി. കണ്ണുറക്കം പൂതിയാവുന്നുണ്ട്. കണ്ണുറക്കാതെ എന്താവും എന്നാലും ഞാൻ ഒരു സൗണ്ട് ഉണ്ടാക്കി കേൾപ്പിച്ചു തരാം. കുലുങ്ങണ്ടാറിയപ്പോ പെർഫ്യൂം ആണോ? പെർഫ്യൂം അല്ല. ഒന്ന് അടുത്ത് കുടിച്ചാണി കിട്ടണല്ലോ. ഇനി സ്മെല് ചെയ്തോക്കാ. ബോഡി ലോഷൻ ആണോ? കണ്ണോർക്ക്. അത് സുഹൃത്തുക്കളെ
നെക്സ്റ്റ് എപ്പോഴും പറയണ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോഡി ലോഷനാണ് മറിയം ബോഡി ലോഷന്. അപ്പോൾ ആ സാധനം ഇത് അസീബ്ക്ക് സഫാൻക്ക് വാങ്ങി തന്നാണ് എനിക്ക്. ഒന്നല്ല 2 എണ്ണം. ഓ താങ്ക്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മണം, മറ്റേ ഗോൾഡൻ കളറിൽ. ഞാൻ നാളെ നമ്മൾ ഗോൾഡന് കൊണ്ടുവന്നേനി അല്ലേ. അപ്പോൾ ഇത് നല്ല രസമുള്ള മണമാണ്. അപ്പം അടിപൊളി സംഭവമാണ്. ഓക്കെ, താങ്ക് യു പറയൂ. ഓക്കെ, വെൽക്കം. ഇനി ഇത് പിടിക്ക്. അതായത് ഈ ദുബായ് പോക്ക് അനക്കാണ് മെച്ചായത്. നമുക്കൊക്കെ വെറും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഇതൊക്കെ കിട്ടിയെന്നല്ലാതെ ഉപകാരപ്പെട്ടിരിക്കണ അനക്കാണ്. ഇനി വേറൊരു സാധനം ഉണ്ട്. ഇത് സീൻ സാധനമാണ്. ഇതാണ് ഒറ്റക്കല്ല, ഇതെല്ലാവർക്കും ഇല്ല. എടുക്കട്ടെ. അതായത് ഇത് നമ്മളെ പിസ്താശുവിന്റെ എന്താണ് മുട്ടായിയാണ്. ഇത് 4 ദിവസം കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചൊക്കെ എടുക്കാണ്ടാവും. പിന്നെ എനിക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ കൊണ്ടുവരാനൊന്നും കഴിയൂല. അപ്പോൾ ഇതിൽ ആകെ 7 കിലോനെ പോരുള്ളൂ. ഒരു 8 കിലോനെ ഉണ്ടായിരുന്നത്. ഒരു കിലോനൊക്കെ ഒരു കണ്ണടച്ചാണ്ട് വിട്ടാണ്. അപ്പം അതിലുള്ള ഉണ്ടോ എല്ലാവർക്കും 1-2 ടേസ്റ്റ് ചെയ്യാണ്ടാവും. അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഇതും ആർക്കും കൊണ്ടുവന്നാണ്? എല്ലാവർക്കും കൊണ്ടുവന്നാണ്. ഞാൻ അനക്കുണ്ടെന്നു പറയോ നോക്കാൻ വേണ്ടി ഇതാക്കിയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ അത് കഴിഞ്ഞു. പിന്നെതാ വേറെ കുറച്ച് മുട്ടായി. ഞാൻ ഒന്നും വാങ്ങാൻ കരുതിയല്ല. പിന്നെതാ വേറെ കുറച്ച് കൂടി നല്ല കുറച്ച് മുട്ടായികളുണ്ട്. ഇനിയുള്ളത് നിൻ്റെ ഡ്രസ്സാട്ടോ. ഇതൊക്കെ എൻ്റെ ഡ്രസ്സാണ്. അല്ലെങ്കിലും നമ്മള് ഇതൊക്കെ ഇനി തീരുമാനാട്ടോ. എൻ്റെ ഷർട്ട്, എൻ്റെ ജേഴ്സി, എൻ്റെ ടീഷർട്ട് ഇത് തിരുമ്പാലാണ്. ആകെ പിന്നെ തിരുമ്പി വെച്ചതാണ്. അങ്ങനെ അറിയല്ലേ. അതൊക്കെ ഇടാത്താണ്. ഇതൊന്നും തിരുമ്പണ്ട, കൊണ്ടുപോയിട്ടുള്ളൂ, വെറുതെ കൊണ്ടുപോയി. ഇതൊക്കെ ഡ്രസ്സാണ്. ഇനി വേറൊരു സാധനമുണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സർപ്രൈസ്. തുറക്കട്ടെ. ഇത് അനക്കില്ലാണ്. അനക്ക് തരണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. സോറി പൊട്ടി. അപ്പൊ നെക്സ്റ്റ് പൊട്ടിക്കട്ടോ. എന്നാല് ഇവിടെ ഇരിക്ക്. കത്രിക എടുത്താ പോരെ. ആരാ തന്നെന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു. ഇതൊരു കാക്കിയും ഒരു താത്തിയും അനക്ക് തരാൻ പറഞ്ഞിട്ട് തന്നാണ് പൊട്ടിച്ച്. അപ്പൊ അറിയാം എന്താണ് എന്റെ മേത്ത് ഇവിടെ പൊട്ടിച്ചേക്ക്. ഇതിൽ ഒന്ന് വേറെ ആൾ എനിക്കെന്നാണ്. ഇതിൽ 2 എണ്ണം ആ കാക്കി താത്തി എനിക്കെന്നാണ്. 1 അനക്കെന്ന് കേട്ടോ. കാര്യം അല്ലല്ല, പൊട്ടിക്ക്. പൊട്ടിക്കല് ചെന്ന പൊട്ടിച്ചോ. പൊട്ടി തീരോ? ഞാൻ പൊട്ടിക്കണോ? അത് കട്ട് ചെയ്തല്ലോ. അത് ഞാൻ ഇതാക്കിയാണ് ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ എൻ്റെ കവറൊക്കെ തന്നെയാണ് എനിക്ക്. പക്ഷെ ആ കവറൊക്കെ എന്തായി പോയി. കവറൊക്കെ നഷ്ടപ്പെട്ടു. ഷാളൊക്കെ വെട്ടുന്നത് തുറക്കാനുള്ള എന്തോണ്ട്. കിട്ടിയോ? അപ്പൊ സുഹൃത്തുക്കളെ ഇതിലെന്താവും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ചരിത്രമല്ല, ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഇതില് അനക്കില്ലോ എനിക്കില്ലോ ഒക്കെ ഉണ്ടായി. എങ്ങനെ തിരിച്ചറിയ പഠിച്ചോനെ ആ കാക്കാനോടെന്ന് ചോദിച്ചു. ഇത് വേറെ ആൾ എനിക്ക് തന്ന വേറെ പെർഫ്യൂമാണ്. എനിക്ക് തന്ന അത് ഞാൻ വേറെ ഒട്ടിച്ച. ഇതില് 1 അനക്കില്ലുണ്ട്. അതായത് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇമ്പീരിയലിന്റെ പെർഫ്യൂമാണ് കേട്ടോ. ഇതാ ഇമ്പീരിയൽ KWT എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഇത് മൈക്ക് കണ്ടുപിടിച്ചു തരുമോ? ഈ പെർഫ്യൂമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇമ്പീരിയലിന്റെ KWT എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കാക്കിയും താത്തിയും തന്നാണ്. ഈ പെർഫ്യൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ദിവസം ഹനാന് ദുബായ് പോയെന്ന സമയത്ത് പെട്ടി പൊട്ടിച്ച സമയത്ത് ഞാനും ഹനാനും, അതായത് ഞാനെന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം യൂസ് ചെയ്യാത്ത ആളാട്ടോ. ഇവിടെ ചോദിച്ചാൽ അറിയാം. എങ്ങനെയും പോകുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ അടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇന്നങ്ങനെ ഒരു ചീത്ത അറിയലുണ്ട്, ഇതൊന്നും അടിച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മേത്ത് ഒരു ലോഷനും ഒരു പെർഫ്യൂമും യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ എനിക്ക് ഈ പെർഫ്യൂം എനിക്ക് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതിന് ഈ പെർഫ്യൂം എനിക്ക്
അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണിത്. അന്ന് ഹനാൻ ഇത് പൊട്ടിച്ച് ഞങ്ങൾ സ്മെല്ല് ചെയ്താണ്ടൊക്കെ ഞങ്ങൾ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു. ആ സെയിം സാധനമാണിത്. അപ്പോൾ ഇത് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ പുതിയൊരു സംഭവം ഒരു ഇറക്കിയതാണിത്. ഇതെന്താണ് ഫത്ത അറോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് എല്ലായിടത്തേക്കും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതേപോലെ പേജിൻ്റെ ലിങ്ക് ഇതിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അതിൽ കയറി വെക്കട്ടോ. ഒരു വട്ടത്തെ എന്തായാലും ഞാൻ അന്ന് പറഞ്ഞതാണിത് ഹനാൻ കൊണ്ടുവന്ന സമയത്ത് ഹനാന് വണ്ടിയിൽ വെക്കുമ്പോഴും റൂമിൽ വെക്കുമ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും പോയി എടുത്ത് അടിക്കലുണ്ട് ഈ സാധനം. ഞാൻ അടിക്കണത് ഈ ഒരു സാധനം മാത്രമാണ്. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇമ്പീരിയലിന്റെ ഈ ഒരു പെർഫ്യൂം. അടിക്കട്ടെ സ്മെല് ചെയ്ത് നോക്കിയാ സ്മെല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. പക്ഷെ ഇഷ്ടപ്പെടുന്നില്ല 100% ഷുവറാണ്. ഒരു പെർഫ്യൂം ഇഷ്ടമല്ലാത്ത എനിക്ക് വരെ അത് ഇഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു സ്മെല്ലുണ്ട്, സ്മെല്ലാണ്, അടിപൊളി പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വട്ടം ദുബായിലുള്ളവരും ഇനി നാട്ടിലിറക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ആ പേജിൻ്റെ ലിങ്ക് എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ. നിങ്ങൾ ഓൽക്ക് മെസ്സേജ് അയച്ചാൽ ഒരു നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരിട്ട് വാങ്ങി നോക്കി. എന്നിട്ട് വാങ്ങുന്ന ആൾക്കാർ, അതായത് പെർഫ്യൂം ഇപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന റൂമില്ലേ, ഞങ്ങളുടെ റൂമിൽ ജസീൽ ഭായ് ഒക്കെ ഉണ്ട്. ജസീൽ ഭായിൻ്റെ കാലമാരോട് പറഞ്ഞാൽ ഫുള്ള് പെർഫ്യൂമാണ്. അതായത് ഈ പെർഫ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാനൊന്നും അതിൽ പെട്ടാലോ കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്ക് ആണ് അത് സജസ്റ്റ് ചെയ്തിരുന്നത്. നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂ അറിയും. ചിലപ്പോൾ എൻ്റെ ഇത് എല്ലാവർക്കും ആയിക്കോണമെന്നില്ല. എനിക്കും അനാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാട്ടത്. അപ്പം മൂപ്പര് തന്നതിന് ഇത് എനിക്ക് തരാൻ പറ്റും. ഇതിൽ ഒരു ലേഡീസിൻ്റെ പുതിയൊരു പെർഫ്യൂം ഇപ്പോൾ ഔട്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ ഒരു വട്ടോ. ഇനി ഇവിടെ അടിച്ചോട്ടെ. കുളിക്കൂല എന്നിട്ട് പെർഫ്യൂം അടിച്ചു. ഈ സ്മെല്ല് നോക്കിയാ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇത് എനിക്കും എനിക്ക് യൂസ് ചെയ്യാൻ തന്നെയല്ലോ ഉള്ളൂ. ഇത് പിന്നെ ഇമ്പീരിയൽ KWT ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഈ ലേഡീസിന് വേണ്ടി പുതുതായിട്ട് പെർഫ്യൂം യൂസ് ആക്കും. ഈ പെർഫ്യൂം എനിക്ക് കാണും. അവിടെ നിന്നോട്ടെ, ഞാൻ ഇടക്കൊക്കെ അടിക്കും. എല്ലാം ഒന്നിനൊന്ന് വെച്ചാലേ സ്മെല്ലും 3 കൈൻഡ് ഓഫ് സ്മെല്ല് എല്ലാം ഒന്നിനൊന്ന് വെച്ചാണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് ഈ ബോട്ടിൽ വരുന്നത്. എങ്ങനെയാ കേട്ടോ, വെളിച്ചല്ലേ കാണില്ലേ ശരിക്കും. ഇതാണ് പാക്കേജ് അടിപൊളിയാണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും അടിപൊളി സെറ്റ് പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നഷ്ടമാവില്ല, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഞാൻ അതുപോലെ ലിങ്ക് എന്തായാലും എന്ത് ചെയ്യുക അതിൻ്റെ പേജിൽ ഞാൻ കൊടുക്കണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറിയാണ്ട് നോക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ബാഗ് പൊട്ടിക്കൽ വ്ളോഗ് ഇതാ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് 4 ദിവസം കൊണ്ട് എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ദിവസം കൂടി പോയിക്കോളി. ഞങ്ങൾ ക്യാമ്പ് വെച്ചിരുന്നല്ലോ അവിടെ. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഒരു താത്ത ചോദിച്ചു എന്താണ് ഈ നെശ്വറിന് ട്രിപ്പ് ഉണ്ടാകാത്ത ചോദിച്ചു. അപ്പോൾ താത്തയോട് താത്ത അതിൻ്റെ ഉത്തരം Q&A നമ്മൾ പറഞ്ഞിരിക്കണ്, നിങ്ങളെ കേൾക്കാത്തതുകൊണ്ട് ഇക്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്ക് ഇങ്ങനെ നമ്മൾ പോകണ എല്ലപ്പോഴും പോരാ ഓക്ക് ഇഷ്ടമല്ല, എന്നാൽ ചില സമയത്തൊക്കെ ഇഷ്ടം ഉണ്ടാവും. നമ്മളെ കോൾ എന്ത് ചെയ്യും, എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞേക്കണേ അല്ലേ. അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ട് കേട്ടോ, നമ്മൾ ഒരുമിച്ച് പോകാൻ 1-2 സ്ഥലത്തേക്കൊക്കെ പ്ലാൻ ഇട്ട് വെച്ചിരിക്കണേ. അതിന് നമ്മൾ ആ സമയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് നമ്മൾ പോവും. പിന്നെ എൻ്റെ എല്ലാ ട്രിപ്പിനും ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ഓൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ട് കഴിയുന്ന അതേപോലെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊണ്ടുവരാം. ഓക്കെ അതാണ് ഇഷ്ടം. ഓക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം, അത് വലിയ സാധനം എന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെറുത്, അതായത് ഓക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചു നോക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയാൽ മതി. അപ്പോൾ ബോസ് ഹാപ്പിയാണ്. അപ്പോൾ ഇതാക്കിയിട്ട് പിന്നെ അസീബ്ക്കും സഫാൻക്കും വാങ്ങി തന്നാണ്, പ്രശ്നമില്ല. ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആഴ്ചയിൽ പോയിക്കോളി നോക്കെ. അപ്പൊ ഇത് അസീബ്ക്കും സഫാൻക്കും വാങ്ങി തന്നാണ്. ഇതൊക്കെ ഇതാക്കി തന്നെ ഓരാണ്. ബിലേബൻ പിന്നെ സൽമാൻ വാങ്ങിയ കൂട്ടത്തിൽ എനിക്കും കൂടി വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും വാങ്ങി. അങ്ങനെയാണ് ബിലേബൻ കിട്ടിയത്. അപ്പോൾ എല്ലാം ഒരു കുടക്കയിൽ എനിക്ക് കിട്ടി. ഹാപ്പി അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് നമ്മൾ ചെറിയൊരു ബാഗ് പൊട്ടിക്കൽ. ഓളെ ഹാപ്പി ആക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ചെറിയ ഓള് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ വ്ളോഗുകളുമായിട്ട് വീണ്ടും വരണ്ട്. എല്ലാവരും നമ്മൾ വ്ളോഗ് കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ടാക്കിയിട്ട് നിങ്ങളിപ്പോൾ സപ്പോർട്ടാക്കണ പോലെയൊക്കെ തന്നെ സപ്പോർട്ടാക്കുക. അപ്പോൾ ഒഴിവിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ദുബായിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. എത്തി ഉടനെ തന്നെ ഞാൻ നേരെ ഒന്ന് സ്കൂളിൽ പോയി. സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. വന്ന ഉടനെ എടുക്കണ വ്ളോഗാട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഒന്നും ഉറക്കം കിട്ടിയില്ല. പിന്നെ ഏറെ രീതിയിലാണ് വന്നത്. കുറേ സംഭവബഹുലമായ സംഭവങ്ങളൊക്കെ നടന്നു. ആകെ ഡിലേ ആയി. രാവിലെ 7:00 എത്തേണ്ട ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആയിട്ടാണ് എത്തിയത്. അപ്പോൾ
അങ്ങനെയൊക്കെ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഏതായാലും അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരണ്ട്. വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു.